നമ്മൾ ഭാര്യമാർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഭർത്താക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവരാദ്യം പറയുന്ന വാക്കുകളാണ്, അയ്യോ എനിക്ക് സമയമില്ല കേട്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ നമ്മളുടെ കാര്യം നടന്നില്ല എന്നതിനേക്കാൾ ഉപരി നമുക്ക് ദേഷ്യം തോന്നുന്നത് എന്താ എന്നോട് എപ്പോഴും ഇങ്ങനെ പറയുന്നു എന്ന കാര്യത്തിലായിരിക്കും. അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്, അവരുടെ കൂട്ടുകാരോടുകൂടെ പോകാൻ സമയമുണ്ട്, കറങ്ങാൻ പോവാം, അതുപോലെ തന്നെ വെറുതെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തു പോകാൻ അങ്ങനെ പോവാറുണ്ട്. അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ മടി പിടിച്ചിരിക്കുന്നൊരു ദിവസമാണെങ്കിൽ മൊബൈൽ നോക്കി ചുമ്മാ റീൽസൊക്കെ കണ്ടിട്ടിരിക്കാനും സമയമുണ്ട്. ഇത്രയും കാര്യങ്ങൾക്കൊക്കെയും സമയമുണ്ടാവുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വീട്ടുകാരെന്തെങ്കിലും പറയുമ്പോൾ അതിന് മാത്രം സമയമില്ല. അത് വളരെ ലീസ്റ്റായിട്ടുള്ളൊരു കാര്യമായി മാറുന്നു. ഒട്ടും വിലയില്ല, ഇതൊക്കെ പിന്നെ ചെയ്യാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് മാറുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അവരോട്, എന്താണ് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് എല്ലാ സമയത്തും നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് എന്ന് ചോദിച്ചാൽ പിന്നെ വഴക്കായി. ഞാൻ എപ്പോഴാണ് പറഞ്ഞത്, ഞാൻ എന്ത് കാര്യമാണ് ചെയ്യാതിരിക്കുന്നത്, നിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ പ്രശ്നങ്ങളായി, ചോദ്യം ചെയ്യലായി, അങ്ങനെയായി ഇങ്ങനെയായി. ഇതെല്ലാം കുട്ടികൾ കേൾക്കുന്നുണ്ട്, അവരുടെ മാനസികാവസ്ഥയും ഒക്കെ മോശം. അപ്പോൾ ഇങ്ങനെ ചോദിക്കല നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിലുള്ള ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്നില്ല, ചോദിക്കാതെ എന്താ വെച്ചാൽ ആയിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മൾ സൈലൻ്റ് ആയിരിക്കുന്നു. കാരണം നമ്മൾ ചോദിക്കുമ്പോഴും അവരതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല കേട്ടോ. അവർ എന്ന് പറഞ്ഞ് മൊബൈൽ നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും മാക്സിമം റെസ്പോൺസും ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ദേഷ്യം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ കാമായിട്ടിരിക്കാൻ നമ്മളത് ചോദിക്കാതെ നമ്മൾ തന്നെ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്ന രീതിക്ക് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എപ്പോഴും ചോദിക്കുമ്പോൾ പിന്നീട് ചാവട്ടെ അല്ലെങ്കിൽ വേറൊരു ദിവസം നോക്കാം എന്നൊക്കെ പറയുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ജീവിതത്തിൽ പലരും പല ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പല വ്യക്തികൾക്കാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവുക. ചിലർ ജോലിക്ക് കൊടുക്കും, ചിലർ ചില വ്യക്തികൾക്ക് കൊടുക്കും, ചിലർ ചില സ്ഥലങ്ങൾക്ക് വരെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് ചിലർ കൂട്ടുകാർക്കായിരിക്കാം, ചിലർ അവനവന് തന്നെയായിരിക്കാം. അപ്പോൾ അതിൽ എത്രാമത്തെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത് എന്ന് വരുമ്പോൾ കുറച്ച് താഴെയാണ് ഫാമിലിക്ക് കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്നു. കാരണം ഞാനത് ഉൾക്കൊണ്ടു. എന്താണ് എൻ്റെ ഭർത്താവ് ഫാമിലിക്ക് കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ പ്രശ്നങ്ങളും ഒരു പരിധി വരെ അവസാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മോളുടെ കാര്യങ്ങൾക്കോ ഒന്നും അദ്ദേഹത്തെ ആശ്രയിക്കാറില്ല. ഞങ്ങൾ കൂടുതലും എവിടേക്കെങ്കിലും പോവാനോ ഒക്കെയും സ്വന്തമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഫ്രീ ആയി. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോവാം, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, ഹാപ്പിയായി പോകുന്നു. അങ്ങനെ ജീവിതം വളരെ സന്തോഷമായി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ ജീവിതം ഹാപ്പിയാണല്ലേ, കാരണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാൻ തുടങ്ങി. ഇനി അദ്ദേഹവും ജീവിതത്തിൽ ഒരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ആരും പഠിപ്പിച്ചു കൊടുത്താൽ മനസ്സിലാവുന്നൊരു പാഠമല്ല, സ്വയം പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് കുട്ടികളുടെ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി സമയം കണ്ടെത്താനോ ഒന്നും സമയമില്ല. പക്ഷേ അദ്ദേഹത്തിന് സമയമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ഫാമിലിക്കും സമയമുണ്ടാവില്ല. മോള് വലുതാവും, അവൾക്ക് അവളുടേതായിട്ടുള്ള കാര്യം, എനിക്കും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെ സമയമില്ലാത്ത ഒരു ഭാര്യയും മകളും ഉണ്ടാവുമ്പോൾ ഒത്തിരി സമയം വെറുതെ ഇരിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. അപ്പോൾ ഈ പറയുന്ന കൂട്ടുകാരോ ഒന്നും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഇതൊരു പാഠമാണ്, ജീവിതത്തിൽ സ്വയം പഠിക്കേണ്ട ഒരു പാഠം. അത് പഠിച്ചാൽ നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് എത്ര നേരത്തെ പഠിക്കുന്നോ അത്രയും നല്ലത്.